ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പൂർണ്ണമായി പിന്തുണക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ വിദ്യാഭ്യാസം നിർജീവമായിരുന്നെങ്കിൽ ഈ കുറഞ്ഞ 11 മാസം കൊണ്ട് തന്നെ വളരെ സജീവമാക്കിയെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ ഫലമായിട്ടാണ്. വിദ്യാഭ്യാസം എന്നത് കേവലം എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലുള്ള കുറെ മുതലാളിമാരുടെ കാര്യങ്ങളല്ല. അത് ജനകീയമാണെന്നും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ടതാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തുള്ള പല ആളുകളും പറയുന്നുണ്ട് ഇതൊക്കെ സാധ്യമാണോ, അസാധ്യമല്ലേ എന്ന്. അവർക്ക് അസാധ്യമായത് സാധ്യമാക്കാനാണ് ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞു എല്ലാം ശരിയാകുമെന്ന്. എല്ലാം ശരിയാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അടുത്ത അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ മുഴുവൻ പുസ്തകങ്ങളും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അവർക്കുള്ള യൂണിഫോമുകൾ തയ്യാറായി കഴിഞ്ഞു. അടുത്ത ജൂൺ 1-ാം തീയതി കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വേണ്ട പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ? വർഷം കഴിയാറായിട്ടും അധ്യയന വർഷം കഴിയാറായിട്ടും പുസ്തകം കിട്ടാത്ത എത്രയോ കുട്ടികൾ എന്റെ റബ്ബേ എന്ന് വിളിച്ച് കരഞ്ഞിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കരച്ചിലുകൾ ഇനി കേൾക്കില്ല. ഇത് തന്നെയാണ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ തെളിവ് എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ എല്ലാ മണ്ഡലത്തിലും ഒരെണ്ണമെങ്കിലും ഉണ്ടാവുക. അതുപോലെ തന്നെ 1000 കുട്ടികളിലധികം പഠിക്കുന്ന വിദ്യാലയങ്ങൾ സെന്റർ ഫോർ എക്സലൻസ് ആക്കി ഉയർത്തുക. എന്റെ മണ്ഡലത്തിലുമുണ്ട് 4 സ്കൂളുകൾ ഇത്തരത്തിൽ. 3 കോടി രൂപയുടെ 3 സ്കൂളുകളും ഒരു ഇന്റർനാഷണൽ സ്കൂൾ എന്നുള്ള നിലയ്ക്ക്. അപ്പൊ എല്ലാ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമന്യേ എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി കമ്മിറ്റികൾ കൂടി ആളുകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരുന്ന വർഷങ്ങളിൽ അത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കും. അതുമാത്രമല്ല, ബോർഡ് മാത്രമല്ല, വലിയ കാഴ്ചപ്പാടുള്ള ഒരു സർക്കാരാണ് എന്നതിന്റെ തെളിവാണ് കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം മണ്ണിനോട് മനുഷ്യനോടും നമ്മുടെ കുട്ടികൾ അകലം പാലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ഉണ്ടാകുന്നു എന്നത് പോലും അറിയാത്ത രീതിയിലേക്ക് നമ്മുടെ തലമുറ മാറിയിരിക്കുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യനോടും മണ്ണിനോടും ബന്ധമുണ്ടാക്കുന്ന തരത്തിലുള്ള സിലബസാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ബയോഡൈവേഴ്സിറ്റി പാർക്കുകളും സ്ഥാപിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും കുറേയുണ്ട്. ഇപ്പോ ഇത്രയൊക്കെ കൃഷിയും അതുപോലെ തന്നെ നമ്മുടെ മണ്ണും ജീവിതഗന്ധിയായ കാര്യങ്ങളും പറയുമ്പോൾ അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങളെ മറക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റുന്നു എന്നത്. ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറിയും ഹൈടെക് ആക്കുമ്പോൾ ഞാനടക്കമുള്ള പല MLA-മാരും ആഗ്രഹിക്കുന്നത് എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കുക എന്നതാണ്. അതിനുവേണ്ടി MLA ഫണ്ടുകൾ വിനിയോഗിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ UP സ്കൂളും LP സ്കൂളിലും ചില സ്കൂളുകളിലുള്ള പ്രശ്നം, അവിടെ എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളുടെ ബിൽഡിംഗ് വളരെ മോശമാണ്. പലപ്പോഴും ആ ഭാഗത്ത് പഠിക്കുന്ന കുട്ടികളോ അവരുടെ രക്ഷിതാക്കളോ പൂർവ്വ വിദ്യാർത്ഥികളോ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരല്ലാത്ത പല സ്കൂളുകളുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളുടെ കാര്യങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ആ സ്കൂളുകളുടെ നവീകരിക്കാനുള്ള സഹായം ചെയ്യണമെന്നാണ് എനിക്ക് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ജനകീയമായി സ്കൂളുകൾ നമ്മൾ മാറ്റിയെടുക്കുന്ന സമയത്ത് സ്കൂളിനകത്തുള്ള പല കാര്യങ്ങളും മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് സിലബസാണ്. സാംസ്കാരിക കാര്യങ്ങൾ, കല, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ്, കായികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അക്കാഡമിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റോട് കൂടി തന്നെ ഒരു വിദ്യാർത്ഥിക്ക് സമഗ്രമായ പുരോഗതി കൈവരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സിലബസ് പുനരാവിഷ്കരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ വിദ്യാഭ്യാസ നയത്തിന് മാറ്റം വന്നിരിക്കുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ മാറി, നോളേജ് ഇക്കോണമിയുടെ ഭാഗമായി മാറുകയാണ്. അപ്പൊ അത് കരിയർ ഓറിയന്റഡ് ആയിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിന് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ തന്നെ തകർക്കാനുള്ള ഒരു കൃത്യമായ അജണ്ട സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
JNU അടക്കമുള്ള ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിലെ റിസർച്ചുകൾ നിർത്തലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ സയൻസിനും ഹ്യൂമാനിറ്റീസിനും പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ മനുഷ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മറ്റു കാര്യങ്ങളൊന്നും പരിഗണിക്കാത്ത ഒരു തലമുറയായി നമ്മൾ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ച് 1ാം ക്ലാസ് മുതൽ തന്നെ ഹ്യൂമാനിറ്റീസിനും സോഷ്യൽ സയൻസിനും പ്രാധാന്യം കൊടുക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ CBSE, ICSE സ്കൂളുകളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള, അവർ കൂടുതലും ബിസിനസ് ഓറിയന്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. അപ്പൊ കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം മനുഷ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് NOC കൊടുക്കുമ്പോൾ ഉണ്ടാകണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സിലബസ് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാന ഉദ്ദേശം 2014 ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ 5ാം ക്ലാസ്സിലെ 50% കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലെ മലയാള ഭാഷാ പാഠങ്ങൾ വായിക്കാൻ അറിയില്ല എന്ന്. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ ഉള്ളത്. നമ്മുടെ കുട്ടികൾ കുറെ ജയിച്ചു പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പരീക്ഷ എഴുതാത്തവർ വരെ ജയിച്ചു പോയി എന്നാണ് പറയുന്നത്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ട് കാര്യമില്ല. കുട്ടികൾ വിജയിക്കണം, ആരെയും തോൽപ്പിക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷേ വിജയിക്കുമ്പോൾ തന്നെ അതിനുള്ള യോഗ്യതയും അതിനുള്ള അറിവും അവർക്ക് ആർജിക്കണം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അഡ്മിഷൻ ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ. ഇതിന്റെ ഭാഗമായി പല സ്ഥലത്തുനിന്നും പല ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. കാലങ്ങളായിട്ട് കോഴ വാങ്ങുന്ന പല സ്കൂളുകളുമുണ്ട്. അതുപോലെ തന്നെ ചില സ്കൂളുകളെങ്കിലും എൻട്രൻസ് പരീക്ഷ 1ാം ക്ലാസ്സിൽ LKGയിലടക്കം എൻട്രൻസ് പരീക്ഷ എഴുതുന്നതായിട്ട് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇത് വളരെ ജാഗ്രതയോടുകൂടി ഇത് നിയന്ത്രിക്കണം. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ അവകാശ നിയമം ഇത് നിരോധിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ജാഗ്രത നമ്മൾ പാലിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു സ്വാശ്രയ വിദ്യാഭ്യാസമാണെന്നാണ്. ഒരു തലമുറ തന്നെ വഴിതെറ്റിപ്പോയ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലാണുള്ളത്. പ്രതികരിക്കാൻ അറിയാത്ത, അടിച്ചമർത്തപ്പെട്ട, വളരെ ഭയത്തോടെ കഴിയുന്ന ഒരു തലമുറയായിട്ട് സ്വാശ്രയ വിദ്യാഭ്യാസത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ മാറുകയാണ്. പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നാൽ അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ കോടതിയിൽ പോയി അനുകൂല വിധി ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു തലമുറയെ നശിപ്പിച്ചതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ UDF ആണെന്ന് ഞാൻ പറയും. 2001 ആന്റണി സർക്കാർ സ്വാശ്രയ കോളേജുകൾ ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് പറഞ്ഞത് 2 സ്വാശ്രയ കോളേജിന് സമം ഒരു സർക്കാർ കോളേജ് എന്നാണ്. അത് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. വസ്തുത മനസ്സിലാക്കുമ്പോൾ ഇന്ന് ഒരു സ്വാശ്രയ കോളേജിന് സമം ഒരു ജയിലായിട്ടാണ് മാറിയിരിക്കുന്നത്. ആ രീതിയിലേക്കാണ് കൊണ്ടുപോയത്. അന്ന് ചെയ്തത് വിദ്യാഭ്യാസ കച്ചവടക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വാശ്രയ കോളേജുകൾ ഈ രീതിയിൽ തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് രജനി S ആനന്ദ് മുതൽ ഇന്ന് ജിഷ്ണു വരെയുള്ള കുട്ടികള് മരണപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് UDFനോ അന്നത്തെ ആന്റണി സർക്കാരിനോ മാറി നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രയാണ് കൊണ്ടുവന്നതെന്നുള്ള ഈ സ്വാശ്രയ കോളേജ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു. പല സ്കൂളുകളിലും പല കോളേജുകളിലും ഇരുട്ടുമുറികളും ഇടിമുറികളും ആണ് വന്നത്. അത് മാത്രമല്ല, CCTV ക്യാമറകള് മീറ്റർ ഓരോ 2 മീറ്റർ 3 മീറ്റർ കൂടുമ്പോൾ CCTV ക്യാമറകളാണ്. ആ ക്യാമറകൾ ക്ലാസ് മുറികളിലും ബാത്റൂമിന്റെയും ടോയ്ലറ്റിന്റെയും ഒക്കെ മുമ്പിലുമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, സദാ എന്നെ നിരീക്ഷിക്കപ്പെടുന്നു എന്ന ബോധത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ മാറ്റുകയാണ്. ഇപ്പൊ UGCയും പറയുന്നത് എല്ലായിടത്തും CCTV ക്യാമറ വെക്കണമെന്നാണ്. 2015 ഒരു പ്രത്യേക ഓർഡർ പ്രകാരം പറയുന്നത് ക്യാമ്പസുകൾക്കകത്തോ അതിനടുത്തോ പോലീസ് സ്റ്റേഷൻ വരെ വേണമെന്നുള്ള രീതിയിലേക്കാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ വിദ്യാർത്ഥികളെ ആ രീതിയിലാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ സ്വാശ്രയ കോളേജുകളും വ്യത്യസ്തമല്ല എന്നുള്ളതാണ്
അതിന്റെ ഒരു ചിത്രം മനസ്സിലാക്കണമെങ്കിൽ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയും ഒരു റിപ്പോർട്ട് അതിൽ പറയുന്നത് താടി വളർത്തിയാൽ 250 മുതൽ 1000 രൂപ വരെ ഫൈനാണ്. ലഘുഭക്ഷണം കഴിച്ചാൽ 250 രൂപ മുതൽ 1000 രൂപ വരെ ഫൈൻ. അനുമതിയില്ലാതെ അവധി എടുത്താൽ 250 മുതൽ 1000. ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ 500 രൂപ. പിറന്നാളാഘോഷത്തിന് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് 2000 രൂപ. കുട്ടികളുടെ സന്തോഷമാണ്. ക്ലാസ്മേറ്റ്സ് ഒക്കെ ഒരുമിച്ചിരുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയാൽ അതിന് 2000 രൂപ ഫൈന്. ഒന്ന് വൈകി വന്നാൽ 100 രൂപ. കണ്ടോ, സ്വാശ്രയ കോളേജിലെ ഈ പ്രാക്ടീസ് പറയുമ്പോൾ എന്തിനാണ് UDF വേദനിക്കുന്നത്? അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കണ്ടില്ലേ, ID കാർഡ് ഇല്ലാതെ വന്നാൽ കച്ചവടക്കാരങ്ങനെ പറയും. ഞാനൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ കൊള്ള നടത്തുന്ന ആളുകൾ നടത്തുന്ന ക്രൂരമായ, നമ്മുടെ കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ചിത്രമാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് UDF ഭാഗത്തുള്ള ആളുകൾക്ക് വേദന വരുന്നത്? എന്തിനാണ് നിങ്ങളിത് എതിർക്കുന്നത്? ഷൂസ് ധരിച്ചില്ലെങ്കിൽ 250 രൂപ. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് 15,000 രൂപ വരെ പിരിച്ചെടുക്കുക. അങ്ങനെ പിരിച്ചെടുത്താൽ പ്രിൻസിപ്പൽക്ക് പ്രത്യേകമായിട്ട് കമ്മീഷൻ കൊടുക്കും. ഇതാണ് അവസ്ഥ. ഇത് പൂട്ടണം. ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ, പ്രതികരിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ മർദ്ദിക്കും, ഇരുട്ടുമുറിയിൽ കൊണ്ടുപോകും, ഇടിമുറിയിൽ കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് കുറക്കും, അതുമല്ലെങ്കിൽ പരീക്ഷയിൽ തോൽപ്പിക്കും, അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിക്കും. ഇതാണ് അവസ്ഥ. ഇനി ഈ കേരളത്തില് 161 എഞ്ചിനീയറിംഗ് കോളേജില് 121 എണ്ണവും അൺഎയ്ഡഡ് ആണ്. സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ 47,485 സീറ്റാണുള്ളത്. ഈ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഈ കോളേജുകളിൽ പഠിച്ച് പുറത്തിറങ്ങിയ കുട്ടികൾ ബിടെക് പഠനം നടത്തി കഴിഞ്ഞിട്ട് ശേഷം 6 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും 40%, അന്ന് ബിടെക് കഴിഞ്ഞ് 6 വർഷം ഇപ്പൊ കഴിഞ്ഞിട്ടും അന്ന് പാസ്സാകാത്ത 40% കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഓരോ വർഷവും ഇതുപോലെ 32%. അതുപോലെ വളരെ വിജയശതമാനം വളരെ കുറവാണുള്ളത്. കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. ഇത്രയും പണം കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ, തലമുറയിൽ ഒരു പ്രധാനപ്പെട്ട ആളുകൾ പഠിച്ച് വരുന്ന ക്യാമ്പസ് പിന്നീട് ഇത്തരത്തിൽ അടിച്ചമർത്തൽ നടത്തിക്കൊണ്ട് നമ്മുടെ തലമുറക്ക് അപകടമുണ്ടാക്കുന്ന അവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള, നിയന്ത്രിക്കുവാനുള്ള നടപടി വളരെ ശക്തമായി ഈ സഭ ഒന്നടങ്കം സ്വീകരിക്കണം. അതിനുവേണ്ട നിയമനിർമ്മാണം നടത്തണം. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യ ഈസ് ഫേസിംഗ് എ മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ആൻഡ് ഇറ്റ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഇൽ equipped ടു ഹാൻഡിൽ ഇറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത്രയും മാനസികമായ സമ്മർദ്ദങ്ങളുള്ള തലമുറയാണ് വളർന്നു വരുന്നത്. ഇത് മാത്രമല്ല, ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, അണ്ടർ-17 ഫിഫയുടെ വേൾഡ് കപ്പ് നടക്കുകയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട്. അപ്പോ അതിനുള്ള സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് സമയബന്ധിതമായി ചെയ്തു കഴിഞ്ഞാൽ വരുന്ന കാലഘട്ടത്തിൽ കൂടുതൽ മത്സരങ്ങൾ കേരളത്തിന് കിട്ടുകയും കേരളത്തിന് അഭിവൃദ്ധി പ്രാപിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. അതുപോലെ ഒരു കായിക സംസ്കാരം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാകണം. ആരോഗ്യപരമായിട്ട് നമ്മൾ വളരെ പിറകിലേക്ക്, ഷുഗറും പ്രഷർ അടക്കമുള്ളത് 30 വയസ്സിൽ തന്നെ വരുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് കായിക സംസ്കാരം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സിലബസ് പരിഷ്കരിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനയെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.